കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. അപ്പോൾ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ? ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരായ നമുക്ക് അനുഗ്രഹം തരാനായിട്ടിരിക്കണതെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഇന്നിപ്പോൾ അധികം തിരക്കൊന്നുമില്ല. അങ്ങനെ നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് മനസ്സുകൊണ്ട് സ്മരിച്ച് നമുക്കിങ്ങനെ വന്ന് അത്തിമര ഗണപതിയെ കാണാനായിട്ട് വരാം. അത്തിമര ഗണപതി ക്ഷേത്രത്തിലെത്തിയാൽ തിരക്കേ ഇല്ല. വളരെ സുഖമായിട്ട് ദർശനം. അങ്ങനെ ഒന്ന് ചുറ്റിത്തൊഴുത് അങ്ങനെ വരുന്ന അവിടുന്ന് നമ്മൾ നേരെ ആ ഗോപുരവാതിലിങ്ങനെ കാണുകയാണ്. ഗോപുരവാതിലിങ്ങനെ കടന്ന് അകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ കൊടിമരവും അതേപോലെ ആ വലിയ ബലിക്കല്ലും അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഗുരുവായൂർ കേശവൻ്റെ 2 കൊമ്പുകളിങ്ങനെ സ്വർണം കെട്ടിയത് കാണാം. അപ്പം അങ്ങനെ അത് കണ്ട് അതിൻ്റെ നടുക്കുള്ള മഹാലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടത് വശത്തുള്ള മേൽപ്പത്തൂരിൻ്റെ ആ പീഠവും അതുപോലെ ആ ഒരു ഗടാവിളക്കൊക്കെ കാണാം. വലത് വശത്തുള്ള ആദ്യത്തെ തൂണ് നോക്കി നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ തൂണ് നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ വരാം. അങ്ങനെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായ കൗതുകകരമായ കാഴ്ച. നമുക്കാകെ പ്രകാശമാണ് ഇങ്ങനെ കാണുന്നത്. അതാ നെയ്വിളക്കിൻ്റെ പ്രകാശമാണ്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നത് കാൽവളകൾ കാണാണ്ട് കേട്ടോ. കാൽത്തളകൾ അണിഞ്ഞ 2 കുഞ്ഞ് കാലുകൾ കാണാണ്ട്. ആ കാൽത്തളകൾ അണിഞ്ഞിട്ടുള്ള 2 കുഞ്ഞ് കാലുകൾ ഇങ്ങനെ തൂക്കിയിട്ടെണ്ണ. അപ്പോൾ അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഒരു ഊഞ്ഞാൽ, സ്വർണ്ണപ്പടിയുള്ള ഊഞ്ഞാൽ കാണാണ്ട്. ആ ഊഞ്ഞാലിൻ്റെ വള്ളിയൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന 2 കൈ കൊണ്ടും ഊഞ്ഞാലിൻ്റെ വള്ളി ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ചെറിയൊരു ഉണ്ണിയാണ്. ഏകദേശം ഒരു 1.5 വയസ്സോ 2 വയസ്സൊക്കെ ഉള്ളൂന്ന് തോന്നുന്നു കേട്ടോ. അത്രയ്ക്കാണ്, ചെറിയ ഉണ്ണിയാണ് അങ്ങനെ കാണുന്നത്. അതിങ്ങനെ ചിരിച്ചിരിക്കുക, പുഞ്ചിരിച്ചിരിക്കുക. അങ്ങോട്ട് ഇരുത്തിയിട്ടേ ഉള്ളൂന്ന് തോന്നുന്നു. ആടുക എന്ന് പറയാനില്ല. അങ്ങനെ ഊഞ്ഞാലുമ്മൽ ഇരുത്തിയ പോലെയാണ്. അങ്ങനെ ഇരിക്കുക. അങ്ങനെ കാലൊക്കെ ഇങ്ങനെ താഴ്ത്തിട്ടിട്ട് അങ്ങനെ ആ ഊഞ്ഞാൽ വള്ളി മുറുകെ പിടിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കയ്യിൽ ഓടക്കുഴലൊന്നുമില്ല. ഊഞ്ഞാൽ വള്ളി മാത്രം അങ്ങനെ പിടിച്ചെണ്ണ. ആ ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു 5 ഗോപീതിലകം കൊണ്ടൊരു മാല, ഒരു വളയം പോലത്തെ മാല. അതാണ് ആ ഗോപീതിലകത്തിൻ്റെ പ്രസരിപ്പ്, അങ്ങോട്ട് തിളക്കാണ് ഇങ്ങോട്ട് കാണുന്നത്. അങ്ങനെ മുകളിലും അതേപോലെ മുഖത്തുമുണ്ട് ഒരു തിരുനെറ്റിയിൽ ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കളഭം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ അതും നല്ല രസമായിട്ടുണ്ട്. ആ മഞ്ഞ പീലി ഇങ്ങനെ കാണുന്ന മാതിരി. അത് മഞ്ഞ കളഭാണല്ലോ, അപ്പോൾ ആ പീലി ഇങ്ങനെ കാണുന്നു. പിന്നെ അതേപോലെ കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. കൈവളകൾ കാണാണ്ട്, തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ കൈവളകളൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. വീഴുമോ എന്നുള്ള പേടിയുള്ള മാതിരിയൊക്കെയാണ്. പക്ഷെ എന്നാലും ചിരിക്കുക, വീഴൊന്നുമില്ല എന്നുള്ള ഉദ്ദേശിച്ച് തന്നെയാണ്. ഞാൻ അതിൻ്റെ മുകളിലെത്തിയല്ലോ, ഞാൻ ഊഞ്ഞാലിൻ്റെ മുകളിലെത്തിയല്ലോ അമ്മേ എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ആ ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്ന് ശ്രീലകത്തേക്ക് നോക്കുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ച് ആ ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണിക്കണ്ണനെ കാണുക എന്നങ്ങനെ വിചാരിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. എല്ലാ പ്രാർത്ഥനകളും ആ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ എത്തട്ടെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് തൊഴുത് അവിടെ നിന്ന് ഇറങ്ങി നേരെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ആ വലിയ ബലിക്കല്ല്, അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നെ അങ്ങനെ തിടപ്പള്ളി നോക്കി തൊഴാം. അതേപോലെ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെയും പിന്നെ ഗ്രില്ല് കഴിഞ്ഞാൽ സപ്തമാതാക്കളെ കണ്ടു തൊഴാം. അത് കഴിഞ്ഞ് നമ്മൾ ഗണേശൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരിക. ഇന്നിപ്പോൾ അധികം തിരക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ വലിയ തിരക്കില്ല, എന്നാൽ തീരെ തിരക്കില്ല എന്ന് പറയാനുമില്ല. അപ്പം അങ്ങനെ അവിടെ നോക്കിയിട്ട് നമുക്ക് ഗണേശനെ കാണുമ്പോൾ എന്താ വെച്ചാൽ മുഖത്തൊക്കെ ചാർത്തിയിട്ടുണ്ട് ചന്ദനം, കളഭം ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്, ഗോപീതിലകം വെച്ചിട്ടുണ്ട്, അതേപോലെ കിരീടം വെച്ചിട്ടുണ്ട്, ഒരു മഞ്ഞ പട്ടും 2 കദളിപ്പഴവും വെച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്. പിന്നെ വലിയ സ്വർണത്തിൻ്റെ മാല ഉണ്ട്. അങ്ങനെയാണ് ഗണേശൻ്റെ അലങ്കാരം. അപ്പോൾ എല്ലാവരും ഗണേശനെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം
അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവിയുടെ ഫോട്ടോ കാണാം, ആ കിടാവിളക്കും കാണാം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിയിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അങ്ങനെ കഴിഞ്ഞാൽ നേരെ വരുന്നത് ആ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും അതേപോലെ അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്ത് വരുമ്പോൾ നിറയെ പൂക്കളുണ്ട് കേട്ടോ. മുകളിലിങ്ങനെ തുളസി ഇങ്ങനെ ധാരാളം വരി വരിയായിട്ട് കെട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ചെണ്ടുമല്ലിമാല ഉണ്ട്, ഒരു താമരമാലയുണ്ട്. അപ്പോൾ നമുക്ക് ആ അദ്ദേഹത്തിൻ്റെ പാദത്തിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അവിടെ കൈക്കൊള്ളും. അങ്ങനെ ആ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകു വശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹത്തെ കാണാം. അത് കണ്ട് തൊഴുത് വീണ്ടും തിരിച്ചിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനൊക്കെ കണ്ട് തൊഴുത് ആ കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ 2 തുളസിമാലകൾ ചാർത്തിയിട്ടുണ്ട്, ഒരു ലിഖിതമാലയും ചാർത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ മുരുകൻ്റെ അടുത്ത് വരുമ്പോൾ ഭസ്മം കൊണ്ട് അഭിഷേകം കഴിഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്നിപ്പോൾ വേറെ ഒന്നുമില്ല കേട്ടോ, ഒരു ചെറിയ മാല മാത്രമേ ഉള്ളൂ, കുങ്കുമം കൂടി ഇല്ല, ആ ഒരു ചെറിയ വെറ്റില മാലയേ ഉള്ളൂ. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ, എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇങ്ങനെ വന്ന് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് വീണ്ടും നമ്മൾ ഓവിൻ്റെ അവിടേക്ക് വരണം. ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ, എല്ലാം അറിഞ്ഞ് നമുക്ക് തരുന്ന താമരക്കണ്ണനെ കണ്ട് പ്രാർത്ഥിക്കാം. പിന്നീട് കിഴക്ക് വശത്തെ മുകളിലേക്ക് നോക്കിയാൽ കൊടിമരത്തിൻ്റെ രൂപം കാണാം, കൊടിമരം കാണാം. പിന്നീട് നമ്മൾ ആ മണിക്കിണറും നൃത്ത അറയിലേക്ക് നോക്കിയാൽ ആ കടാവിളക്ക് ഇങ്ങനെ ഇരുന്ന് കത്തണ കാണാം. അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ വരുമ്പോൾ അടുത്ത ഗ്രില്ലിൻ്റെ അവിടെ എത്തിയാൽ അത് തുറന്ന അങ്ങോട്ട് കിടന്ന കുറൂരമ്മയും നാരദരും അതേപോലെ മേൽപ്പത്തൂരിനെയും വാസുദേവരെ ഒക്കെ ഇങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനം തീർത്തൊക്കെ വാങ്ങാം. അതിനുശേഷം ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് ഇങ്ങനെ പോവാം. അങ്ങനെ വന്ന് അവിടെ നിന്ന് വലിയ തിരക്കൊന്നുമില്ല, അവിടെ സുഖമായിട്ട് തൊഴാം. അങ്ങനെ അവിടെ വന്ന് നോക്കുമ്പോൾ ഒന്ന് മുഖത്തൊക്കെ ചന്ദനം കൊണ്ടിങ്ങനെ ചാർത്തിയിട്ടുണ്ട്, കണ്ണൊക്കെ എഴുതി, വാലിട്ട് പൊട്ട് തൊട്ട് നല്ല വലിയ പൊട്ട് തൊട്ടിട്ടുണ്ട്, കണ്ണൊക്കെ എഴുതിയിട്ട് നല്ല വലിയ കണ്ണായിട്ട് ഇങ്ങനെ ഇതായിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്, മാലകൾ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ കണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയുടെ നടയിൽ നിന്ന് പ്രാർത്ഥിച്ച് നമ്മളങ്ങനെ വന്ന് വടക്ക് പടിഞ്ഞാറേ ഭാഗത്തേക്ക് നോക്കുക, കോർണറിലെത്തിയിട്ട്. അപ്പം മമ്മിയൂർ ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം കിട്ടുന്ന പോലെ നമ്മളൊക്കെ മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, എന്നിട്ട് ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ അത് കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ വന്ന് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഊഞ്ഞാലാടുന്ന ചെറിയ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുക. അവിടുന്ന് തൊഴുത് നമസ്കരിച്ച് നമ്മളിങ്ങനെ കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വരിക. അവിടെ കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കണു. അപ്പോൾ അവിടേക്കും പോയിട്ട് നമുക്കൊന്ന് തൊഴുത് പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്നിപ്പോൾ ചന്ദനമൊക്കെ ചാർത്തിയിട്ടുണ്ട്, ഒരുവിധം എല്ലാ ഭാഗത്തും ചന്ദനം ചാർത്തിയിട്ട് നല്ല സുന്ദരനായിട്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ വൃശ്ചികം ആവുമായി, അപ്പോൾ അയ്യപ്പന്മാരൊക്കെ വരില്ല, അയ്യപ്പസ്വാമിയായിട്ട് തന്നെ ഇരിക്കണത് കേട്ടോ. കിരീടമൊക്കെ ചാർത്തി നല്ല രസമായിട്ടുള്ള ചാർത്ത്. അപ്പോൾ അയ്യപ്പസ്വാമീനെ പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ.
അങ്ങനെ അവിടെ പ്രദക്ഷിണമായിട്ട് വന്ന് നമ്മൾ പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയൊക്കെ കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്ന് നമ്മൾ നേരെ രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ അതിൻ്റെ നടുക്കുള്ള കാളിയമർദ്ദന രൂപയെ കണ്ടു തൊഴാം. പിന്നെ അങ്ങനെ വന്ന അന്നലക്ഷ്മി ഹാളിൻ്റെ അധീനം അങ്ങനെ വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത് നാരായണാലയാണ്. അവിടെ കയറിയാൽ ഗുരുവായൂരപ്പൻ്റെ, അതായത് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം കാണാം. അത് ആ ചില്ലിൻ്റെ കൂട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കണ്ട് തൊഴുത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഭഗവതി നടയിലും അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി തൊഴുത് വരാം. അതിനുശേഷം തെക്കേ നടയിലേക്ക് വന്ന് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനെയും ഒക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് പറഞ്ഞത് ശ്രീകലാശ്രീയാണ് അവിട്ടം, ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ ആതിര അനീഴ നക്ഷത്രം വിവാഹം ശരിയാവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മളോട് പറഞ്ഞ എല്ലാവർക്കും, നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ലഭിക്കട്ടെ. അവരവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നേടിക്കൊടുക്കാൻ വേണ്ടി നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.